അദാനി ഗ്രൂപ്പുമായി US ട്രഷറി വകുപ്പ് ധാരണയിലെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് ഇറാനുമായി ബന്ധപ്പെട്ട US ഉപരോധങ്ങൾ ലംഘിച്ച 32 കേസുകളിലെ സിവിൽ ബാധ്യതകൾ തീർക്കുന്നതിനായി $275 മില്യൺ ധാരണ എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് MCA? മഹേഷ്, ഔദ്യോഗികമായി തന്നെ US ട്രഷറി വകുപ്പാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അദാനി ഗ്രൂപ്പിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് US ട്രഷറി വകുപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം ഒമാനിൽ നിന്നും ഇറാഖിൽ നിന്നും ദ്രവീകൃത ഇന്ധനം ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട ആ കേസുകളിലാണ് പിന്നെ അദാനി ഗ്രൂപ്പ് വളരെ കുറ്റകരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തൽ US ട്രഷറി വകുപ്പ് മുന്നോട്ട് വെച്ചത്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ ഒമാനിൽ നിന്നും അതോടൊപ്പം തന്നെ ഇറാഖിൽ നിന്നുമായിരുന്നു തങ്ങൾ ഈ ദ്രവീകൃത ഇന്ധനം ഇറക്കുമതി ചെയ്തത് എന്നായിരുന്നു അദാനി ഗ്രൂപ്പ് വാദിച്ചത്. പക്ഷേ ഇതല്ല, നേരെ മറിച്ച് ഇറാനിൽ നിന്നുമാണ് ഈ ദ്രവീകൃത ഇന്ധനം ഇറക്കുമതി ചെയ്തതും വലിയൊരു തുക മറികടക്കുക പിന്നെ ഈ ഉപരോധം മറികടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കമ്പനി സ്വായത്തമാക്കി എന്നതുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ട്രഷറി വകുപ്പ് ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ധാരണയിൽ ഇരുകൂട്ടരും ട്രഷറി വകുപ്പും അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പും എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് $275 മില്യൺ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ട്രഷറി വകുപ്പിന് കൈമാറാനുള്ള ഒരു ധാരണയിൽ ഈ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീർപ്പിലെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഏതാണ്ട് ഒരു $10 ബില്യൺ പിന്നെ നിക്ഷേപം അമേരിക്കയിൽ നടത്താമെന്ന് അദാനി ഗ്രൂപ്പ് ഉറപ്പ് നൽകിയതായിട്ടും റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനുള്ള ഒരു തീർപ്പിലേക്ക് US ട്രഷറി വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തെ കൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ അല്പം മുമ്പ് ട്രഷറി വകുപ്പ് കൈക്കൊള്ളുകയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ചെറിയ തോതിലെങ്കിലും ഉപകരിക്കും. പക്ഷേ കടലിൽ പിന്നെ കെട്ടിക്കിടക്കുന്ന കപ്പലുകളിൽ നിന്ന് മാത്രമായിരിക്കും ഈ എണ്ണ വാങ്ങേണ്ടത് എന്നുകൂടിയാണ് ട്രഷറി വകുപ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ഒരു മാസത്തേക്ക് മാത്രമായിരിക്കും ഈ റഷ്യൻ എണ്ണ വാങ്ങാനുള്ള അനുമതി എന്നുകൂടി ട്രഷറി വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മഹേഷ്, ശരി, MCA നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.